നിയമസഭയിൽ ഇന്ന് അവതരിപ്പിക്കുന്ന 2 സർവകലാശാലാ ബില്ലുകളിൽ വിസിമാർക്ക് നിശ്ചയിച്ചിട്ടുള്ള അധികാരങ്ങൾ 2 തരം. സ്വകാര്യ സർവകലാശാലകളിൽ വിസിയാണ് പരമാധികാരി. എന്നാൽ പൊതു സർവകലാശാലയിൽ വിസിമാർക്ക് പകരം മന്ത്രിക്കും സിൻഡിക്കേറ്റിനുമാണ് കൂടുതൽ അധികാരങ്ങൾ. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ 2 ബില്ലുകളാണ് ഇന്ന് നിയമസഭയിലെത്തുന്നത്. സർവകലാശാല നിയമ ഭേദഗതി ബില്ലും സ്വകാര്യ സർവകലാശാല ബില്ലും. ഇവ രണ്ടും താരതമ്യം ചെയ്താൽ ഘടനയിലും അധികാരപരിധിയിലും ഏറെ വ്യത്യാസങ്ങളുണ്ട്. സ്വകാര്യ സർവകലാശാലകളിൽ അക്കാദമിക് ഭരണപരമായ കാര്യങ്ങളിൽ പൂർണ്ണ അധികാരം വൈസ് ചാൻസലർക്കാണ്. എല്ലാത്തരം തീരുമാനങ്ങളും വിസിയുടെ കൂടി നിർദ്ദേശപ്രകാരമാകും മുന്നോട്ടു പോവുക. എന്നാൽ സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ അതല്ല സ്ഥിതി. വൈസ് ചാൻസലർമാരെ നോക്കുകുത്തികളാക്കുന്ന മാറ്റങ്ങൾ ഈ ബില്ലിലുണ്ട് എന്നാണ് ആരോപണം. അതിനോടൊപ്പം നിലവിൽ ചാൻസലർക്കില്ലാത്ത അധികാരങ്ങൾ പോലും വകുപ്പ് മന്ത്രിക്ക് നൽകിയിരിക്കുന്നു എന്നും ആക്ഷേപമുണ്ട്. സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദീകരണം തേടാനും നിർദ്ദേശങ്ങൾ നൽകാനും മന്ത്രിക്ക് ബില്ലിൽ അധികാരം നൽകിയിരിക്കുന്നു. സെനറ്റ്, സിൻഡിക്കേറ്റ്, അക്കാദമിക് കൌൺസിൽ, യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിജ്ഞാപനം ചെയ്യുന്നതിനും സമിതികൾ രൂപീകരിക്കുന്നതിനും വിസിമാർക്കുള്ള അധികാരം രജിസ്ട്രാർമാർക്ക് കൈമാറി. മീറ്റിംഗുകളിലും ബിരുദദാന ചടങ്ങിലും മന്ത്രിക്ക് അധ്യക്ഷത വഹിക്കാം. അക്കാദമിക് പ്രവർത്തനങ്ങൾ മുതൽ സാമ്പത്തിക ഇടപാടുകൾ വരെ എല്ലാ കാര്യങ്ങളിലും മന്ത്രിക്കോ മന്ത്രി ചുമതലപ്പെടുത്തുന്ന വ്യക്തിക്കോ അന്വേഷണം നടത്താനും പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. വിസിയുടെ തീരുമാനത്തിൽ സിൻഡിക്കേറ്റിന് എതിർപ്പുണ്ടെങ്കിൽ ചാൻസലർക്ക് അന്തിമ തീരുമാനമെടുക്കാം എന്ന അധികാരവും എടുത്തുമാറ്റി. മീഡിയ 1 തിരുവനന്തപുരം.